നമസ്കാരമുണ്ട്. നല്ല മഴ കഴിഞ്ഞു, നല്ല തണുപ്പ്. 3 മുട്ട കിട്ടിയിട്ടുണ്ട്. ഇത് പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ ഈ മഴയത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. എന്താണെന്നല്ലേ? മഴ ബോണ്ട അല്ലെങ്കിൽ മഴ ബജ്ജി മനസ്സിലായി കാണും അല്ലേ? അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കേ ഈ മുട്ടയൊന്ന് തൊലിച്ചെടുക്കാം. ബാ അമ്മ, മഴയായതുകൊണ്ടേ നല്ല മഴ ബോണ്ട അല്ലെങ്കിൽ മഴ ബജ്ജി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് പേരിട്ടിട്ടുണ്ട്. അതെ, നല്ല വൈബല്ലേ? അപ്പോൾ ഏത് ബജ്ജിയാണോ നമ്മൾ ഉണ്ടാക്കണേ, ഇപ്പോൾ വാഴയ്ക്കാണെങ്കിലും നേന്ത്രപ്പഴം കൊണ്ടാണെങ്കിലും ഉരുളക്കിഴങ്ങ് ബോണ്ടയാണെങ്കിലും എല്ലാത്തിനും ആദ്യം മഴ എന്ന് ചേർത്തിയാൽ മതി. മഴ ബോണ്ട, മഴ ബജ്ജി എന്നൊക്കെ ആയി. ടേസ്റ്റും ഉണ്ടാവും. പിന്നെ അടിപൊളി. അപ്പോൾ മഴ ബജ്ജിൻ്റെ അത് ആദ്യത്തെ മുട്ട സെറ്റ്. ഓക്കെ അച്ഛാ, കണ്ടില്ലേ? ഇതുപോലെ 3 ഒന്ന് തൊലിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ 3 മുട്ട തൊലിയെല്ലാം കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമ്മൾ ഹാഫായിട്ട് മുറിക്കണം. ഓക്കെ, അതിന് മുന്നായിട്ട് വേറെ ഒരു കാര്യം, നമ്മൾ ഈ മുട്ട തോടില്ലേ, ഇത് വേസ്റ്റാക്കി കളയണ്ട. ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നല്ല ചെടികളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ റോസാപ്പൂവോ പൂച്ചെടികളോ എന്തെങ്കിലും ചെടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ കൊണ്ട് ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല ഫല ഭൂയിഷ്ടി കിട്ടും. ഇവിടെ നമ്മൾ മണി പ്ലാന്റ് ഉണ്ട്. ഈ മണി പ്ലാന്റിന് വേണമെങ്കിൽ ഇത് ഇട്ട് കൊടുക്കാം. കിടന്നോട്ടെ, അവിടെ കിടന്നോട്ടെ. ഓക്കെ, അതൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മഴയായതുകൊണ്ട് മഴ വൈബിൽ തന്നെ നമുക്ക് ഈ കോഴി മുട്ടയൊന്ന് മുറിച്ചെടുക്കാം. ദൂരെ മയിലിൻ്റെ ശബ്ദമൊക്കെ ഉണ്ട്. നമ്മുടെ നാട് അടിപൊളി ഗ്രാമമാണ് കേട്ടോ. പാലക്കാടാണല്ലോ, അതും നെന്മാറയാണല്ലോ. തൊടിയും പുഴയും എല്ലാം ഉണ്ട് ഇവിടെ. കണ്ടില്ലേ ചന്തം, കണ്ടോ? ഇനി നമുക്ക് മഴ ബോണ്ട അല്ലെങ്കിൽ മഴ ബജ്ജി ഉണ്ടാക്കേണ്ട മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് മഴ ബജ്ജിയുടെ കൂട്ടൊന്ന് സെറ്റാക്കാം. ആദ്യം കുറച്ച് കടലമാവ്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇപ്പം നമ്മൾ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഈ 2 കഷ്ണങ്ങളാക്കി മുറിച്ച് 6 പീസ് ഉണ്ട്. അതിന് കോട്ടിങ്ങിന് ആവശ്യമുള്ള പൊടി മാത്രം എടുത്താൽ മതി. അപ്പോൾ കടലമാവ് ഇട്ടു. അതിന് ശേഷം ഒരല്പം മൈദാമാവ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലമാവ് മാത്രമാവുമ്പോൾ ഈ മാവ് പൊടിഞ്ഞു പോകും. നമ്മൾ മിക്സായി കഴിഞ്ഞ് എണ്ണയിലിട്ട് എടുക്കുമ്പോൾ ഒരുപാട് സ്മൂത്തായിട്ട് മാറും. അപ്പോൾ കുറച്ച് മൈദാമാവ്. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് കുരുമുളക് പൊടി. ഓക്കെ, ഒരല്പം പെരിഞ്ജീരകം പൊടിച്ചത്. പിന്നെ കുറച്ച് കായപ്പൊടി. കായം പൊടിയായി വാങ്ങിച്ചതാണ് ഇത്. ഓക്കെ, അതും കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഓക്കെ, ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് തിക്ക് പേസ്റ്റായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ കർക്കിടക മാസവും കൂടെ ആയതുകൊണ്ടേ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മുടെ ബോണ്ടയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, മണിത്തക്കാളി, മണത്തങ്കാളി എന്നൊക്കെ പറയും. ഇത് ചീരയുടെ ഫാമിലിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇലകൾ ഒരു 3-4 ഇലകൾ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ആ ബജ്ജി മാവിലൊന്ന് ഇട്ട് കൊടുക്കാം. ഹെൽത്തി ആയിക്കോട്ടെ. ഓക്കെ, ഇതിപ്പോൾ കർക്കിടക മാസമായതുകൊണ്ട് മണിത്തക്കാളിയുടെ ഇല ഇട്ടു എന്നുള്ളൂ. ഇതുപോലെ ചീര, ഏത് ടൈപ്പ് ചീരയാണെങ്കിലും മുരിങ്ങയും കൂടെ നമുക്ക് കുറച്ച് ഇല ഇതുപോലെ അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആഹാ നല്ല ഹെൽത്തി ആണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതങ്ങോട്ട് നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ഒരുപാട് ലൂസും പാടില്ല, ഒരുപാട് കട്ടിയും പാടില്ല. ഇതാണ്
കറക്റ്റ് കണ്ടില്ല, ഇങ്ങനെയുള്ള പേസ്റ്റ് ആയിരിക്കണം. ഇത് മതിയാവും, വെറും 6 കഷ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് കോട്ട് ചെയ്യാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച ആ മുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മാവ് നന്നായിട്ട് ഈ മുട്ടയിലേക്ക് കോട്ട് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, നല്ല കിടക്കോച്ചി ബജ്ജി ആയിരിക്കും കേട്ടോ, മഴ ബജ്ജി അല്ലെങ്കിൽ മഴ ബോണ്ട എന്നും പറയാം. അപ്പോൾ ഇതിങ്ങനെ കോട്ട് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇതിവിടെ ഇരുന്നൊന്ന് സെറ്റ് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അതിലൊരു പാത്രവും വെച്ച് ഇതിൽ നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കാം. അപ്പോഴേ എണ്ണ ചൂടാകുന്ന ആ ഗ്യാപ്പിൽ ഇവിടെ ചോളം നമുക്ക് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു 90% ഇത് നമ്മൾ വേവിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് ഒന്ന് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഈ മഴയത്തെ ആ ബജ്ജിയും കൂടെ ചോളം ചുട്ടതും എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ആഹാ, അടിപൊളി അടിപൊളി അടിപൊളി, ചോളം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോളം ആയ വഴിക്ക് തന്നെ നമ്മുടെ വെളിച്ചെണ്ണയും ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മഴ ബജ്ജി ഉണ്ടാക്കിയെടുക്കാം. ഇട്ടോട്ടെ അച്ഛാ? ആ ഇട്ടോളൂ. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാം. ആഹാ, സൂപ്പർ, കിട്ടില്ലേ? മഴ ബോണ്ട, മഴ ബോണ്ട, മഴ ബജ്ജി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇടാം കേട്ടോ. അതിന് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട്. നമുക്ക് തരാട്ടോ, അച്ഛനും തരാട്ടോ. അതെ, ഓക്കെ, ഡൺ ആവട്ടെ, നന്നായിട്ട് ഫ്രൈ ആവട്ടെ. അപ്പോൾ നമ്മുടെ മഴ ബജ്ജി അല്ലെങ്കിൽ മഴ ബോണ്ട റെഡി. നമുക്കിത് എടുക്കാം. അടിപൊളി. നമ്മുടെ മഴ ബജ്ജി മഴ ബോണ്ട സെറ്റ്. കൂടെ ബോണസായിട്ട് ചുട്ട ചോളം. ഇത് സുധാ മഴമേഘത്തിൻ്റെ സ്പെഷ്യൽ. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടില്ലേ, മുട്ട പുഴുങ്ങിയ ഹാഫ് മുട്ടയുടെ അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കാം കേട്ടോ, നല്ല ചൂടുണ്ട്. ചൂട് നല്ല ചൂട് കേട്ടോ. കുഴപ്പമില്ല, ഈ വൈബിന് പറ്റിയൊരു സ്നാക്കാണ്. അപ്പം നിങ്ങളും ഇതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കുക മഴ ബജ്ജി അല്ലെങ്കിൽ മഴ ബോണ്ട. ഓക്കെ, നമ്മുടെ വേവിച്ച ചോളം ചുട്ടെടുത്തത് ഇത് കൂടെ ഒന്ന് കഴിച്ച് നോക്കാം കേട്ടാ. സൂപ്പർ. നമ്മളെ ഈ കശുവണ്ടിയും നിലക്കടലയെല്ലാം വറുത്തെടുക്കും അല്ലെങ്കിൽ ചുട്ടെടുക്കും, അതിൻ്റെ അതേ രുചി. എങ്ങനെയുണ്ട് സുധാ മഴമേഘത്തിൻ്റെ ബോണസ് ടിപ്പ്? സൂപ്പർ അല്ലേ? അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.